പ്രോൺസ് വെച്ചിട്ട് ഒരു കിടിലൻ ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കിടിലെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൽ നമ്മൾ തേങ്ങ ഉപയോഗിക്കുന്നതേ ഇല്ല. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുന്ന ഒരു കറിയാണ്. കഴിക്കുമ്പോഴും വളരെ ടേസ്റ്റാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ പ്രോൺസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നോർമലി ഫ്രൈ ചെയ്യുന്ന മസാല മതി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട. ഇതുപോലെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കത് ഒന്ന് കോരി മാറ്റി വെക്കണം. ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിതൊന്ന് കോരി മാറ്റി വെക്കാം. ഈ കറി ഉണ്ടാക്കി വരുമ്പോഴുള്ള ഒരു മണമുണ്ടല്ലോ, അടിപൊളി മണമാണ്. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുകൊണ്ട് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇന്ന് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഇല്ല എങ്കിൽ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം. ഒത്തിരി അങ്ങ് ചെറുതാക്കേണ്ട ആവശ്യമില്ല. നമ്മളിതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇതിങ്ങനെ ഒരു 10-15 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഉണ്ടാകും. ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഒരു 10-15 സെക്കൻഡ് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ചെറുതായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് പോകണം. അതുവരെ നമുക്കൊന്ന് വഴറ്റണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എത്രത്തോളം നന്നായിട്ട് വഴറ്റുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നതാണ് നമ്മുടെ കറിയുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി റെസ്റ്റ് ചെയ്യാം. തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കിതൊന്ന് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ വേണം പേസ്റ്റാക്കി എടുക്കാൻ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് വേണമെങ്കിൽ 5-6 കാഷ്യൂനട്ട് കുതിർത്തതും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനി കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു സവാള മതി, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് വേണം. അതിനോടൊപ്പം ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് വഴറ്റാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇത് നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്ത ആ ഒരു പാനിലേക്ക് മാറ്റുവാണ് കേട്ടോ. കുറച്ചെല്ലാം കൂടെ ഇടാനായിട്ടുള്ള സ്പേസിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിതൊരു വലിയ പാത്രത്തിലാണ് ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അതിൽ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഞാൻ ആ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാൻ കുറച്ച് ചെറുതായതുകൊണ്ടാണ് ഇതിലേക്ക് മാറ്റിയത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. ഒരു 1-1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്തിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, ഒരു അരമുറി തക്കാളിയാണ്, മീഡിയം സൈസ് തക്കാളിയുടെ അരമുറി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അധികം എണ്ണ നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ഇതിലേക്കായിട്ട് ഗ്രേവിക്ക് ഉപയോഗിക്കുന്നത്. വേറെ തേങ്ങയോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കറക്കി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
പ്രോൺസ് ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം പ്രോൺസ് നന്നായി വെന്തതാണ്. ഫ്രൈ ചെയ്തപ്പോൾ ഓൾറെഡി വെന്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഈ ഒരു പ്രോൺസിൽ ഒന്ന് പിടിച്ച് കിട്ടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും നേരം നമുക്കിത് ഇനിയൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. കറിക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം അടച്ചു വെക്കാനായിട്ട്. പിന്നീട് വെള്ളം കുറഞ്ഞു പോയെന്ന് കരുതി ചേർക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇളക്കി നോക്കുമ്പോൾ അറിയാലോ, വെള്ളമൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കുക. ഈ സമയത്തിന് കറിക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പ്രോൺസ് ഫ്രൈ ചെയ്തപ്പോൾ ഉപ്പിട്ടാണ് ഫ്രൈ ചെയ്തത്, അതുകൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറിയുടെ ഗ്രേവിയൊക്കെ നമുക്ക് ആവശ്യത്തിന് കുറുകിയെടുക്കാം. ഇങ്ങനെ മതിയെങ്കിൽ ഇത്രയും മതിയാവും. ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്താൽ മതി. നമ്മുടെ കറി റെഡിയായി. അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ ആവിയൊക്കെ പോയി ഒന്ന് സെറ്റാവുന്നവരെ നമുക്കിത് ഇതുപോലെ വെച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് ചോറിനോടൊപ്പമോ ചപ്പാത്തിയോടൊപ്പമോ അപ്പത്തിനോടോ ദോശയോടോ എന്തിനോടും പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇഷ്ടമാവാതിരിക്കില്ല, അത് ഉറപ്പാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതൊരു വെറൈറ്റി കറി തന്നെയാണ് കേട്ടോ. നമ്മുടെ സാധാ ഉണ്ടാക്കുന്ന പ്രോൺസിൻ്റെ കറി വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പറ്റില്ല, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെറൈറ്റി ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്